മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു പത്തനംതിട്ട സെഷൻസ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നാളുകൾക്ക് ശേഷം ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മൂന്നാം ബലാത്സംഗ കേസിൽ പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഓർക്കുക, ഈ ദിവസങ്ങളിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലായിരുന്നു. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ട്രോൾ ഉണ്ടായിരുന്നു. രാത്രി 10 മണിയായപ്പോൾ എത്ര നാളായി കണ്ടിട്ട് ഗുഡ് നൈറ്റ് എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിത്രം വെച്ചുകൊണ്ട് ചില കളിയാക്കൽ പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇത്. വിവരങ്ങൾ അല്പസമയത്തിനകം ന്യൂസ് ഡെസ്കിൽ നിന്ന് പങ്കുവയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ഈ വിധി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തിറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. വലിയ തിരിച്ചടികൾക്ക് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇനി നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കുകൾ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള കാര്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇത്. പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സന്തോഷ വാർത്ത. സന്തോഷം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആശ്വാസകരമായ വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ മൂന്നാം ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷ അത് അനുകൂലമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത്. പ്രസാദ് MJ വിവരങ്ങൾ നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ ദിനമായിരുന്നു ഇന്ന്. ആ നിർണായകമായ ദിനത്തിൽ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുകയാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിധി പറയേണ്ടതായിരുന്നുവെങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ചിട്ട് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടെ അത് മാറ്റിവെക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഈ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ശ്രമം. 2 ആഴ്ചയിലധികമായിട്ട് ജയിലിൽ കഴിയുന്ന രാഹുലിന് ഇന്ന് ജില്ലാ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് ഈ അനുകൂല വിധി ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. അത് വേണ്ടി വരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. പ്രസാദ് വിവരങ്ങൾ നൽകുന്നു. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ തിരുവല്ല സ്വദേശിനിയും കാനഡയിൽ ജോലിക്കാരിയുമായിട്ടുള്ള ആ അതിജീവിതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം തിരുവല്ല സെഷൻ കോടതിയിൽ പരാതി നൽകിയത്. അത് കഴിഞ്ഞ 29-ന് അത് അവിടെ നിന്ന് മാറ്റിവെക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ മൂന്നാം കക്ഷിയുടെ ഡിജിറ്റൽ ശബ്ദരേഖ തിരുവല്ല സെഷൻ കോടതി പരിഗണിക്കണമെന്നും ഇതിന്റെ ഈ തെളിവ് ശബ്ദമായിട്ട് കോടതി പരിഗണിച്ചതിന് ശേഷം നമുക്ക് ജാമ്യം തരണം, ഈ വാദങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാവൂ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ തിരുവല്ല സെഷൻ കോടതിയെ അറിയിച്ചതിന്റെ തുടർന്നാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കോടതി ഈ 28-ന് ഈ കേസ് ഇങ്ങോട്ട് മാറ്റിവെച്ചിരുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ആ ഡിജിറ്റൽ തെളിവ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ്. ആ ശബ്ദ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിലേക്ക് വഴിതിരിച്ചത് എന്നത്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാമത്തെ അതിജീവിത കൊടുത്ത കേസും ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നുണ്ട്. ഈ കോടതിയിൽ ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒന്നാമത്തെ കേസിലും ഈ വിധി തന്നെ നിർണായകമാകും. MS
രാഹുൽ ജയിലിന് പുറത്തേക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അല്ലേ? പുറത്തേക്ക് മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതോടുകൂടി പുറത്തിറങ്ങുന്നു. രാഹുലിൻ്റെയും അതിജീവിതയുടെയും ശബ്ദ സന്ദേശം അടക്കമുള്ള തെളിവുകൾ കോടതി കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നും ചോദ്യം ചെയ്യലുമായിട്ട് രാഹുൽ സഹകരിക്കുന്നില്ല എന്നും ഒക്കെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിരുന്ന കാര്യം. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഇപ്പോൾ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയില്ല എന്നോ ആ രീതിയിൽ കോടതി വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉഭയസമ്മതപ്രകാരം എന്നുള്ള ആ കാര്യം അത് കോടതി ഏത് രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുലിൻ്റെയും അതിജീവിതയുടെയും ഒക്കെ ശബ്ദ സന്ദേശമടക്കമുള്ള തെളിവുകൾ കോടതി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യം എങ്കിൽ അത് ഇനി വരുന്ന നാളുകളിൽ ഈ നിയമ പോരാട്ടം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ടോ എന്നതും ഈ നിമിഷങ്ങൾ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് എന്നാണ് പ്രതിഭാഗം കോടതി അറിയിച്ചിരുന്നത്. പല കാര്യങ്ങളും എന്നുള്ള വാക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എല്ലാ കാര്യങ്ങളും എന്നല്ല. പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. ആ വാദം കോടതി ഈ ജാമ്യത്തിന് ഇടയാക്കുന്ന രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർക്കുക, കഴിഞ്ഞ 17 ദിവസത്തിലധികമായിട്ട് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ കോടതി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഈ 17 ദിവസങ്ങൾക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമല്ലേ പ്രസാദേ? നമ്മളിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കാണും. അതിന്റെ തന്നെ വിവരങ്ങൾ MS-നോട് തുടർന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. MS MLA-ക്കെതിരായിട്ടുള്ള ബലാത്സംഗ കേസുകൾ ഇന്ന് കോടതികളിൽ വരും എന്ന് ഉള്ള വാർത്തകൾ രാവിലെ തന്നെ സജീവമായപ്പോൾ തന്നെ ഈ രീതിയിലൊരു ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്നവരെ സംബന്ധിച്ചിട്ടും അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് അവർ കരുതിയിരുന്നു. ഇപ്പോൾ ആ അർത്ഥത്തിൽ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് MLA പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. 17 ദിവസം കഴിഞ്ഞ് 18ാമത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. MLA പുറത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മാത്രം പറയുന്നത് ഉചിതമല്ല. MLA-യാണ്, ജനപ്രതിനിധിയാണ്, ജനങ്ങൾ വോട്ട് ചെയ്ത് നിയമസഭയിലേക്ക് അയച്ച വ്യക്തിയാണ്. ആ ജനം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ MLA ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. 18ാമത്തെ ദിവസമായ ഇന്ന് 17 ദിവസത്തെ 17 രാപ്പകലുകളിലെ ജയിൽവാസത്തിന് ശേഷം MLA പുറത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ ആധികാരികത സംബന്ധിച്ചിട്ട് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചിരുന്നു. ആ സംശയമൊക്കെ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് മൂന്നാം ബലാത്സംഗ കേസിൽ വിധി പറയുന്നതൊക്കെ നേരത്തെ മാറ്റിവെച്ചിരുന്ന കാര്യം. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി അല്പം മുമ്പ് പ്രഖ്യാപിച്ച വിധി പ്രസ്താവം അത് ജാമ്യം നൽകുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിന് പുറത്തേക്ക് വരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ ആധികാരികത സംബന്ധിച്ചിട്ട് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചത്. പരാതിക്കാരിയുമായി ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ശ്രമം. അതായത് ആ ബന്ധം എന്ന് പറയുന്നത് പരസ്പര സമ്മതത്തോടുകൂടിയുള്ള സ്വമേധയാ ഉള്ള ഇരുവരും സ്വമേധയാ ഉള്ള ആഗ്രഹങ്ങളുടെ അഭിലാഷങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് ആ ബന്ധമുണ്ടായിട്ടുള്ളത്. അത് ശാരീരികമായി ആവട്ടെ മാനസികമാവട്ടെ പരാതിക്കാരിയുമായിട്ട് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ആണ് ഉള്ളത് എന്ന് സ്ഥാപിക്കാനാണ് പ്രതിഭാഗം ശ്രമിച്ചു കൊണ്ടിരുന്നത്. 2 ആഴ്ചയിലധികമായിട്ട് ജയിലിൽ കഴിയുന്ന രാഹുലിന് ഇപ്പോൾ ഈ നിമിഷം ജില്ലാ കോടതിയിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നിരിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ ജില്ലാ കോടതിയിലും തിരിച്ചടി നേരിട്ടാൽ പിന്നീട് ഹൈക്കോടതി മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്രയം. അത് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇത് ലഭിച്ചതുകൊണ്ട് അതും ആ രീതിയിൽ തന്നെ സ്വാഭാവികമായിട്ട് വരുമെന്നുള്ളതാണ്. ഇതിൽ ജസ്റ്റിസ് കൗസർ
എടപ്പകത്തിൻ്റെ ബെഞ്ചാണ് ഈ വാദത്തിൻ്റെ മുൻപിൽ ഉള്ളത്. രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്ന കാര്യം ഓർമ്മിക്കുക. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്ന കാര്യം ഓർമ്മിക്കുക. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും ഒക്കെയായിരുന്നു സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 10ഓളം പേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡനത്തിന് ഇരകളാക്കിയിട്ടുണ്ട് എന്നൊക്കെ അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയ കാര്യം ഓർമ്മിക്കുക. അതേ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുള്ള കാര്യവും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 17 രാപ്പകലുകൾക്ക് ശേഷം 18ാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നു. അതിജീവിതയുടേതെന്ന നിലയിൽ പ്രതിഭാഗം ഹാജരാക്കിയ ശബ്ദ സന്ദേശം അതിൻ്റെ ആധികാരികത പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ കൃത്യമായിട്ടും ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യത്തോടു കൂടിയാണ് ശനിയാഴ്ച തീരുമാനിച്ച വിധി പ്രഖ്യാപനം ജില്ലാ ജഡ്ജിയായിട്ടുള്ള N. ഹരികുമാർ നീട്ടിവെച്ചത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. പക്ഷേ ആ നീട്ടിവെച്ചതിന് ശേഷവും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ രാഹുലിനെ 14 ദിവസത്തേക്ക് കൂടി തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്ന കാര്യം ഓർമ്മിക്കുക. ആദ്യ റിമാൻഡ് കാലാവധി ഈ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. അങ്ങനെ ആദ്യ റിമാൻഡ് കാലാവധി ശനിയാഴ്ച പൂർത്തിയായതോടുകൂടി SIT നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഉത്തരവുണ്ടായത്. അന്ന് വിദേശത്ത് സ്ഥിരതാമസമായിട്ടുള്ള കോട്ടയം സ്വദേശിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിട്ട് അങ്ങനെയാണ് 2 ആഴ്ച പിന്നിട്ടത്. പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ എല്ലാം തള്ളിക്കൊണ്ടായിരുന്നു അന്ന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് അന്ന് ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. അന്വേഷണവുമായിട്ട് മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നും ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള കണ്ടെത്തലുകളും മേൽക്കോടതിയുടെ വിധികളും അവരുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്നതായി എന്നുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. വിദേശത്ത് സ്ഥിരതാമസമായിട്ടുള്ള കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ കഴിഞ്ഞ 11-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായത്. 11-ാം തീയതി അങ്ങനെ മാങ്കൂട്ടത്തിൽ ജയിലിലായി. ഇപ്പോൾ ഇതാ ഇന്ന് പുറം ലോകത്തേക്ക് എത്തിച്ചേരുന്നു. ജയിൽ മുറികളിലെ താമസത്തിന് ശേഷം പുറം ലോകത്തേക്ക് എത്തിച്ചേരുന്നു. ഈ പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ അതിജീവിതമാരുടെ ജീവന് ഭീഷണിയാണ് എന്നുമൊക്കെയുള്ള റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ അപ്രസക്തമാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രീതിയിൽ സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള വ്യക്തിയാണ്, അതിജീവിതമാരുടെ ജീവന് ഭീഷണിയാണ്, പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള വാദം അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവത്തിൽ ഈ ജാമ്യത്തിലൂടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ അതിജീവിതമാരെ സംബന്ധിച്ചിട്ട് ഇനി എന്തായിരിക്കും അവർക്ക് എടുക്കേണ്ട നിലപാട്, അതിജീവിതമാരെ പിന്തുണയ്ക്കുകയും ഒപ്പമുണ്ട് എന്ന് പറയുകയും ചെയ്തവരും എന്ത് തരത്തിലുള്ള നിലപാടിലേക്ക് പോകേണ്ടി വരും, അത് നിയമപരമായിട്ടുള്ള അടുത്ത പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഒപ്പം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ളവ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിശക്തനായിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള പ്രക്രിയയിലും ഒപ്പം നിൽക്കുകയും ഒപ്പം തന്നെ തളരാതെ നിൽക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ ജയിലിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നിറഞ്ഞ ചിരിയോടുകൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങിയാൽ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമോ, അതിജീവിതമാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ഇടപെടുമെന്നുള്ള വാദങ്ങൾ അത് ശരിയാകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമോ, അതല്ല അങ്ങനെ ഉണ്ടാവില്ല എന്ന് നിയമപരമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ എന്നതൊക്കെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ 3-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിന് 3-ാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചത് ആശ്വാസകരമായ വാർത്ത എന്നുള്ളതിലേക്കാണ് പുറത്തുവരുന്നത്. 3-ാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക്
ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച് പ്രോസിക്യൂഷൻ സംശയം ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. പരാതിക്കാരിയുമായിട്ട് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ ശ്രമം. 2 ആഴ്ചയിലധികമായിട്ട് ജയിലിൽ കഴിയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഹർജിയിൽ ഇന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. രാഹുലിനെതിരെ അതിജീവിതയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടും എന്നുമൊക്കെയാണ് സത്യവാങ്മൂലത്തിൽ അതിജീവിത ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വാദം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയടക്കം 10ഓളം പേരെ രാഹുൽ ലൈംഗിക പീഡനത്തിന് ഇരകളാക്കിയിട്ടുണ്ട് എന്ന് അതിജീവിത സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന കാര്യം ഈ വാർത്തയോടൊപ്പം നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കട്ടെ.